കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ BSc അല്ലെങ്കിൽ MSc കെമിസ്ട്രി യോഗ്യതയുള്ള എത്ര PSc എക്സാമുകൾ നടന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സയന്റിഫിക് ഓഫീസർ, സാനിറ്ററി കെമിസ്റ്റ്, ഫിംഗർ പ്രിന്റ് സെർച്ചർ അങ്ങനെ 15ഓളം എക്സാമുകളാണ് കേരള PScയിൽ മാത്രം നടന്നത്. ഇത് കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളായ NTPC അല്ലെങ്കിൽ RRB, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയ PG ടീച്ചർ, അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകളായിട്ട് വേറെയും ഒരുപാട് എക്സാമുകൾ നടന്നു. ഇതെല്ലാം കൂടിയായിട്ട് 400ഓളം പോസ്റ്റുകളിലേക്കാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. LD ക്ലർക്ക് അല്ലെങ്കിൽ SSCയുടെ കമ്പയർഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലുള്ള എക്സാമുകൾക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 25 ലക്ഷം ആളുകളോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ കെമിസ്ട്രി ബേസ്ഡ് എക്സാമുകൾക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ സാധാരണ 10,000-ൽ താഴെ ആപ്ലിക്കൻസ് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അതായത് അപേക്ഷിക്കുന്നവരുടെ എണ്ണവും ജോലി ലഭിക്കുന്നവരുടെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി ബേസ്ഡ് ജോലികളാണ് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഗസറ്റഡ് പദവിയോ അതിന് തൊട്ട് താഴെയുള്ള പദവികളിലേക്കാണ് നേരിട്ട് നിയമനം ലഭിക്കുന്നത്. അതിലൂടെ സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളും വലിയ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കെമിസ്ട്രി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ജനറൽ PScക്ക് പുറകെ പോകുന്നതിന് പകരം കെമിസ്ട്രി ബേസ്ഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായ തീരുമാനം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വരുന്ന എല്ലാ കെമിസ്ട്രി ബേസ്ഡ് എക്സാമുകൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.